ഞാനാണ്, പേടിക്കണ്ട കേട്ടോ. ഇവിടെ ആരുമില്ല, വേണമെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വന്നോളൂ. വന്നോളൂന്നേ, ഞാൻ നുണ പറഞ്ഞതല്ല. എല്ലാവരും പോയിരിക്ക. ഏടത്തിയുടെ ഭർത്താവ് രാവിലെ ഡ്യൂട്ടിക്ക് പോയി. ഇനി 2 ദിവസം കഴിഞ്ഞേ വരൂ. അച്ഛനും ഏടത്തിയും അമ്പലത്തില് ഒരടിയന്തരമുണ്ട്. ഞാനൊരു സൂത്രം പറഞ്ഞിങ്ങോട്ട് പോന്നു. പല്ലുവേദന. പല്ലുവേദന ഉണ്ടോ കുട്ടിക്ക്? ഹേയ്, എന്റെ പല്ലിനൊന്നും ഒരു കേടുമില്ല. ഞാൻ കള്ളം പറഞ്ഞാലും അച്ഛൻ വിശ്വസിക്കും. പാവം, എന്നെ അത്ര ഇഷ്ടാ. മുറിഞ്ഞിടത്ത് നല്ല വേദന ഉണ്ടല്ലേ? എങ്ങനെയാ മുറിഞ്ഞത്? വെടികൊണ്ടതാ. ഈശ്വര, വെടികൊള്ളേ? നെഞ്ചിക്കൊള്ളുകയായിരുന്നു ഇതിലും ഭേദം. ഇത് വേദന കൈ അനങ്ങിയ സഹിക്കാൻ പറ്റണില്ല. ഞാനൊന്ന് നോക്കട്ടെ. ഇതിനുള്ളിൽ ഇരിക്കണല്ലേ, തൊട്ടാൽ അറിയാം. എല്ലില് കൊണ്ടിട്ടില്ലാന്ന് തോന്നുന്നു. എങ്ങനെ അറിയാം? എല്ല് പൊട്ടിയാൽ ഇങ്ങനെയാ. നീര് വന്നിപ്പോ കൈ ഇത്രയുണ്ടായിനെ. ഓടിക്കളിച്ച് വീണ് എന്റെ ഈ കൈയുടെ എല്ലൊന്ന് ചിന്നിയതാ ചെറുപ്പത്തില്. എന്റെ അമ്മേ, എന്തായിരുന്നു വേദനയും നീരും. ഇത് എല്ലില് കൊണ്ടിട്ടില്ല, ദശയിലാണ്. കുട്ടിക്ക് ഇതൊന്ന് എടുത്തു തരാം. ഞാനോ? അയ്യോ, എനിക്ക് പേടിയാ. ആശുപത്രി പോയി ചെയ്താ മതി. ഞാൻ പുറത്തിറങ്ങിയാൽ പിന്നെ അതിന്റെ ആവശ്യം ഉണ്ടാവില്ല. എന്നെ കിട്ടിയവർ കൊല്ലും. ആര്? എന്നെ തേടി നടക്കുന്ന ചിലരുണ്ട്. അവർ രാത്രി ആരും കാണാതെ എവിടേക്കെങ്കിലും ഓടിപ്പോയിക്കൂടെ? രക്ഷപ്പെടണം. അതിനു മുമ്പ് ഈ വെടിയുണ്ട എടുത്ത് കളയാൻ പറ്റിയിരുന്നെങ്കിൽ. ഇതെന്നെ വേദനിപ്പിച്ച് കൊല്ലുന്നു. ഞാൻ എങ്ങനെ സഹായിക്കാം? നന്നായിട്ട് ഞെക്കി നോക്കട്ടെ, മുള്ളെടുക്കണ മാതിരി. മൂർച്ചയുള്ള കത്തിയോ ബ്ലേഡോ എന്തെങ്കിലും ഉണ്ടോ? ആ, അച്ഛൻ മുഖം മിനുക്കണ കത്തിയുണ്ട്. അസല് മൂർച്ചയാ. അതൊന്ന് കൊണ്ടുവരാം. കുറച്ച് തുണിയും. എന്നിട്ട് കൊണ്ടുവരൂ. കുട്ടി, ഒന്നുമില്ല. പറഞ്ഞോളൂ. കുറച്ച് മദ്യം കിട്ടിയിരുന്നെങ്കിൽ മനസ്സിനൊരു ധൈര്യത്തിന്. അല്ലെങ്കിൽ വേണ്ട, കത്തി കൊണ്ടുവന്നാ മതി. എന്റെ അമ്മ അന്നേ പറഞ്ഞതാണ്, ശിവൻകുട്ടി ഇത് അപകടമാവുമെന്ന്. കേട്ടില്ല. എങ്ങനെ കാശുണ്ടാക്കണം എന്ന് മാത്രമായിരുന്നു മനസ്സിൽ. കടങ്ങൾ വീട്ടണം, പ്രേമയെ കെട്ടിച്ചയക്കണം, നല്ല വീട് വയ്ക്കണം, എന്റെ അമ്മ സുഖമായിരിക്കുന്ന കാണണം. അങ്ങനെ 1000 മോഹങ്ങൾ. അബുവിനും അതെ. എല്ലാം തകർന്നു പോയി. പണം ഉണ്ടെങ്കിൽ എല്ലാം നേടിയെന്ന് വിശ്വസിച്ചു. ഇപ്പോ പണമുണ്ട്. 20 ലക്ഷം രൂപ. ഏതോ ഒരു ഭാര്യത്തെ വെളിച്ചമില്ലാത്ത തട്ടുംപുറത്ത് പൊടിയും മാറാലയും പിടിച്ചു കിടക്കുന്നു. 20 ലക്ഷം രൂപയുള്ള ഭാഗ്യവാൻ, ലക്ഷപ്രഭു. 3 ദിവസം ഒരു തുള്ളി വെള്ളത്തിന് ദാഹിച്ച്, ഒരു പിടി ചോറിന് കൊതിച്ച്. ഇപ്പൊ എല്ലാം മനസ്സിലാകുന്നു. ജീവിതം ഇതൊന്നുമല്ല. അത് കാശും പണവുമല്ല, വലിയ വീടല്ല. പാവാബു മരിച്ചോ ജീവിച്ചോ ആർക്കറിയാം. എന്നെ അവര് കണ്ടെത്തും, ഇന്നല്ലെങ്കിൽ നാളെ. മതി കുടിച്ചത്.
പേടിയാവണുണ്ടോ കുട്ടിക്ക്? ഇത് കുടിക്കണവരെ എനിക്ക് പേടിയാ. ഏടത്തിയുടെ ഭർത്താവ് അയാൾ എന്നും കുടിക്കും. പിന്നെ എന്തൊക്കെ വൃത്തിയേടാ പറയാന്നറിയോ? അസത്ത്. അയാൾ കുപ്പി അന്വേഷിക്കുമ്പോ ഇനിയിപ്പോ എന്താ പറയേണ്ടി ഈശ്വര? എന്നെ പേടിയുണ്ടോ? സത്യം പറഞ്ഞ ഇപ്പൊ കുറച്ചു പേടിയുണ്ട്. പേടിക്കണ്ട. അറിഞ്ഞുകൊണ്ട് ശിവശങ്കരൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത് കുട്ടിയുടെ കാരുണ്യം കൊണ്ടാ. മറക്കില്ല, മരണം വരെ മറക്കില്ല. ഇയാളുടെ കഥ മുഴുവൻ പറഞ്ഞു. എന്റെ പേരോട് ചോദിച്ചില്ല. സ്നേഹലത എന്ന ശരിക്കും പേര്. തങ്കമെന്ന് വിളിക്കും. അച്ഛൻ തങ്കക്കുട്ടിന്ന്. തങ്കം. തങ്കം തന്നെയാണ് കുട്ടിയുടെ മനസ്സും. കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. എന്നിട്ട് ആരോടും പറയാതെ എന്തിനാ ഇത്രയും ദയ എന്നോട് കാണിക്കുന്നത്? അച്ഛനോട് പറയണം തന്നെ വിചാരിച്ചേ. പിന്നെ എന്തോ തളർന്നു കിടക്കണം നിങ്ങളുടെ മുഖവും അമ്മയെ വിളിച്ചുള്ള കരച്ചിലും പാവം തോന്നുകയും ചെയ്തു. എന്ത് ചെയ്യണമെന്ന് ഒരു നിശ്ചയില്ലായിരുന്നു. ഭഗവാനെ ധ്യാനിച്ച് തുളസിയിലിട്ട് നോക്കി. 3 പ്രാവശ്യം കമിഴ്ന്ന് തന്നെ വീണേ. ഭഗവാന്റെ ഇഷ്ടം നിങ്ങളെ സഹായിക്കണമെന്നായിരുന്നു. ഈ കത്തി ഒന്ന് കൃത്യമായിട്ട് വെച്ചേരാ. വെടിയുണ്ടായിരിക്കുന്നതിന്റെ മുകളിൽ. ഷർട്ട് വേണേ കയറിക്കോളൂ. അമ്മേ, ഇത് പിടിച്ചോണ്ട് കിടന്നോളൂ. അനങ്ങ നേരായി വിളിക്കണ്. ഈ വാതിലെല്ലാം അടച്ചുകൂട്ടി എന്തെടുക്കായിരുന്നു? ഉറങ്ങിപ്പോയി. ഇങ്ങനൊരു ബോധമില്ലാണ്ട പെൺകുട്ടികൾ ഉറങ്ങാ? പല്ലുവേദന കുറഞ്ഞോ നിന്റെ? കുറഞ്ഞു. തിരുമേനി ഒരു മരുന്ന് തന്ന് ഞാനത് ശശിധരന്റെ കയ്യിൽ കൊടുത്തു വിട്ടു. ഇവരിവിടെ വന്നപ്പോ വാതിലെല്ലാം പൂട്ടിയിരിക്കണു. വിളിച്ചിട്ട് അനക്കമില്ല. ഭയപ്പെടാൻ വേറെ എന്താ വേണ്ടേ? ഓട് പൊളിച്ചിറങ്ങി നോക്കിയാലെന്താന്ന് വിചാരിച്ചതാ ഞാൻ. പെൺകുട്ടികളുടെ മനസ്സാണേ. തോന്നാ ബുദ്ധി എപ്പോഴാ തോന്നുന്നു പറയാൻ പറ്റില്ല. ഇന്നാണ് മാസികയിൽ വായിച്ചായിരുന്നു. എന്ത്? ഒരു കഥ. ഒരു കഥക്കാരൻ. അവനോട് ദേഷ്യപ്പെടേണ്ട, നിവേദ്യം ആയിക്കൊണ്ട് പോവുക. ചെന്നിട്ട് 100 കൂട്ടം പണി ബാക്കിയാ. ഇടത്ത് കഴിക്കാ നിവേദ്യം വാങ്ങ. എവിടുന്നായി പുതിയ സ്വഭാവങ്ങൾ പഠിക്കണേ? ഉറുമ്പിത്തിരി കൂടുന്നുണ്ട്. തങ്കത്തിന് വഴക്ക് പറയണ്ടാവാരേ. പുളിയവിടെ തങ്കം മരുന്നിവിടെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇറങ്ങാ. വരാ. ഇപ്പൊ മാറും വേദന. പള്ളിന്ന് കൊണ്ടുവന്ന ഭസ്മ. അച്ഛന്റെ ഒരു മുണ്ടെടുത്തു തരാം.
ഈ ഉടുപ്പും കൂടെ ഊരി തന്നാ ഞാൻ തിരുമ്പിടാം. തെക്കേക്കെട്ടിലൊരു കുളിമുറിയും കക്കൂസും ഉണ്ട്. ഞാൻ വെള്ളം കോരി വെച്ചേരാം. സുഖമായിട്ടൊന്ന് കുളിച്ചാ ക്ഷീണം പകുതി മാറും. കുളി കഴിഞ്ഞാ നല്ല മഞ്ഞപ്പൊടി ഇരിക്കുന്നുണ്ട്. വെളിച്ചപ്പാട് നെറുകയിലിടുന്ന മഞ്ഞപ്പൊടിയാ. മുറിവ് പെട്ടെന്ന് കരിയും.